ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സൺസെറ്റ് വാട്ടർ കളറാണ്. അപ്പോൾ ഈസി ആയി തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മളൊരു പ്ലൈവുഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ചിട്ട് സൈഡിലൊക്കെ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ യെല്ലോ കളറിൽ റൗണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൺസെറ്റിൻ്റെ ഷെയ്ഡ്സൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ, റെഡ്, ഓറഞ്ച് പിന്നെ ബ്ലൂവും കൂടെയാണ്. അപ്പോൾ അത് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് മരങ്ങളാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ താഴ്ഭാഗത്ത് ബ്ലൂ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബ്ലൂ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് എയർ ഡ്രയർ ഉപയോഗിച്ചിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രീസ് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എവിടേക്ക് നമ്മൾ ട്രീസ് ഡ്രോ ചെയ്യുന്നതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ട്രീസ് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ് ട്രീസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഒന്നുകൂടെ ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രീസൊക്കെ ഇന്ന് വരച്ചെടുക്കുക. നമ്മൾ ട്രീസ് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ലീവ്സൊക്കെ വരച്ചെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് പറ്റും. നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയതിന് ശേഷം ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം മാസ്കിൻ ടാപ്പ് റിമൂവ് ചെയ്യുക. സൈഡിലൊക്കെ തന്നെ നമ്മൾ മാസ്കിൻ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.